എന്താ സാർ? ആരാണ് അയാൾ? എനിക്കറിയില്ല. എന്തൊക്കെയോ പറഞ്ഞ് ബഹളം കൂട്ടി എന്റെ പുറകെ വന്നു. എനിക്കിതാരാന്നറിയില്ല. അവനെങ്ങോട്ടാ പോയത്? ഡാൻസ് ഹാളിലേക്കാണെന്നാ പറഞ്ഞത്. അച്ഛാ, അവൻ വന്നിട്ടുണ്ട്. അവനോ? ആര്? അന്ന് എറണാകുളത്ത് വെച്ച് ഞങ്ങളെ കൊല്ലാൻ ശ്രമിച്ചതിന് പിടിയിലായില്ലേ, ദാറ്റ് തോമസ്. അവൻ ഈ ഹോട്ടലിൽ എത്തിയിട്ടുണ്ട്. ആ റിസപ്ഷനിസ്റ്റിനോട് എന്തോ അലമ്പുണ്ടാക്കിയപ്പോഴാ ഞാൻ കണ്ടത്. നിന്നെ അവൻ കണ്ടോ? ഇല്ല. എന്നിട്ട് അവനവിടെ ഡാൻസ് ഹാളിലേക്ക് പോയിട്ടുണ്ടെന്നാ പറഞ്ഞത്. ഡാൻസ് ഹാളിലേക്കല്ലേ? അവനെങ്ങനെ പുറത്തിറങ്ങി? പരോളിൽ ഇറങ്ങിയതായിരിക്കും, അല്ലെങ്കിൽ ജയിലിൽ ആടിയതായിരിക്കും. ഓഹോ, എങ്കിൽ ഇവൻ തന്നെയാണ് സുധീറിനെ കൊന്നത്. ഇത്രയും ധൈര്യമായി നമ്മുടെ ആസ്ഥാനത്തിൽ വന്ന സ്ഥിതിക്ക് അവന് ശരിയായ തയ്യാറെടുപ്പ് കാണും. എന്നാൽ പോലീസിനെ വിളിക്കാം. വേണ്ട. എന്താ വേണ്ടതെന്ന് എനിക്കറിയാം. തോമ, കുടിച്ചത് മതി, നമുക്ക് പോവാം. എനിക്ക് ഇനിയും കുടിക്കണം. കുടിച്ചു കുടിച്ച് മരിക്കണം. അവൾ എന്നോട് ഇങ്ങനെ പെരുമാറിയത് എനിക്ക് സഹിക്കുന്നില്ലടാ. എന്നാ ഞാൻ പോവുക. എനിക്കൊരു ഭാര്യയും കുടുംബമൊക്കെ ഉണ്ട്. നീ അങ്ങനെ അങ്ങ് പോവോ? പോവും. എന്നാ പൊയ്ക്കോ. നിന്റെ വണ്ടി നമ്പർ എനിക്കറിയാം. അലയാ, നിന്നെ ഞാൻ ഒറ്റ വണ്ടി നമ്പറോ? എന്നാ പറഞ്ഞ കേക്കട്ടെ. MSM ഗുഡ് ബൈ, ഗുഡ് ബൈ. 9079. ഞാൻ പോകുന്നു പറഞ്ഞത് വെറുതെ അല്ലേ? വാ, നമുക്ക് പോവാം. ഇങ്ങനെ വഴിക്ക് വാ. നീ കുടിച്ച് ഓവറായതുകൊണ്ട് അവരൊക്കെ നോക്കി നിൽക്കുന്നത് കണ്ടാ? അതിന് ഞാൻ ഓവറൊന്നും ആയില്ലല്ലോ. നിനക്ക് ഓർമ്മയില്ലാഞ്ഞിട്ടാ. എന്തൊക്കെ ഗോഷ്ടിയാ നീ കാണിച്ചു കൂട്ടിയത്. വാ വാ വാ. എന്റെ ഫ്രണ്ടാ. അത് വഴി പോ, അത് വഴി. ഞങ്ങൾക്ക് ഇതിന്റെ ആവശ്യമില്ല.
அண்ணாச்சி ஏடா நீ எப்படி நீ வண்டியில ஏறின திருட்டு முண்டம் ചീത്ത വിളിക്കാതെ എന്റെ അണ്ണാച്ചി ഞാൻ തിരുട്ടു മുണ്ട്രം അല്ലേ யார் நீ നല്ല മുണ്ട്രം നല്ലവൻ உன் மூஞ்ச பார்த்தாலே தெரியுது திருட்டு மூஞ்சி അയ്യോ അത് ഇപ്പൊ കിടയാത് 3 വർഷത്തേക്ക് മുന്നേ ഇപ്പൊ കംപ്ലീറ്റ് നിർത്തിയാச்சு ഇപ്പൊ നല്ലവൻ ഞാൻ താൻ നല്ലവൻ அப்படியா இறங்கி வா ആ, மெதுவா வா ആ. வா അണ്ണാച്ചി ഞാൻ വന്ന് ஏய், நிறுத்து போயிடு. வாடா போலீஸ் ஸ்டேஷன் வாடா അണ്ണാച്ചി അണ്ണാച്ചി ഇതേതാ സ്ഥലം என்னென்ன இந்த സ്ഥലം എന്ത സ്ഥലം சேலம் സേലമാ ഇവിടെ നിന്നും മദ്രാസിക്ക് എവ്വളവ് ദൂരം கிட்டத்தட்ட ஒரு 300-400 கிலோமீட்டர் இருக்கும் 400 കിലോമീറ്റർ ஆமா എന്റെ കർത്താവേ മദ്രാസിൽ ചെന്ന് കാറ് കൊടുത്തിട്ട് ഇന്നത്തെ വൈകുന്നേരത്തെ ട്രെയിനിൽ തന്നെ കയറണം നാളെ രാവിലെ തിരുവനന്തപുരം ജയിലിൽ ചെന്നില്ലെങ്കിൽ എന്റെ സ്ഥിതി അയ്യോ என்ன പോയാ ഓ. പോലീസുകാരനാണോ അലക്കാരനാണോ ഏതായാലും സംഗതി ചെത്തു ബ്ലാക്ക് ബെൽറ്റ് ആണ് ഞാൻ മര്യാദയ്ക്ക് സത്യം പറയണോ അതോ ഇനി അലക്കണോ ഇനി അലക്കോ ഡ്രൈ ക്ലീൻ ചെയ്യോ ഒന്നും വേണ്ട ഇതിൽ കൂടുതൽ ഒന്നും എനിക്ക് അറിയാൻ മേല ഞാൻ വണ്ടി കൊടുത്തു എന്ന സത്യമാണ് ഇന്നലെ വരാമെന്നും പറഞ്ഞതാ അവന്റെ ആശാനന്റെ ഇതിൽ കൂടുതൽ ചെയ്യോ ഞാൻ സ്വപ്നത്തിൽ പോലും ആശാനോ താനോ എന്തിന്റെ ആശാൻ താൻ എന്താണ് അയാളെ പഠിപ്പിച്ചെന്ന് മര്യാദയ്ക്ക് പറയുന്നോ അതോ അയ്യോ എന്റെ പൊന്ന് സാറേ ഞാൻ പറയാം എന്നോട് ക്ഷമിക്കണം ഡ്രൈവിംഗ് പഠിപ്പിച്ചതിന് ഞാൻ നിന്നോട് ക്ഷമിക്കേണ്ട കാര്യം ഡ്രൈവിംഗിന്റെ കൂടെ ഞാൻ കുറച്ച് മോഷണം കൂടി പഠിപ്പിച്ചു അയ്യോ പാട്ട എന്തോ എന്റെ ഒരു ഗുരുവുണ്ട് അയാളാണ് ഞങ്ങളെ വഴി തെറ്റിച്ചത് ആരാണ് അയാൾ ഒത്തപ്പടി അന്തർമോൻ ചോദിക്കാത്ത ചോദ്യങ്ങൾക്ക് ഉത്തരം വേണ്ട ഇല്ല തോമ എവിടെയുണ്ട് തോമ ഇപ്പം മദ്രാസിലുണ്ട് അവന്റെ address? നമ്പർ 11 സുബ്രായ നഗർ അശോകനഗർ വിരുദനഗർ മദ്രാസ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ നിങ്ങൾ വിചാരിക്കും പോലെ അവൻ നിസ്സാരനായ കൊലപാതകയല്ല. നിങ്ങളെ വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലാൻ ശ്രമിച്ച് ജയിലിലായി. ഇപ്പോൾ ജയിലിൽ ചാടി പുറത്തു വരിക. സുധീറിനെ കൊന്ന് ആ വണ്ടി തട്ടിയെടുത്ത് അതേ വണ്ടിയിൽ ഈ മദ്രാസിൽ നമ്മുടെ കൺമുമ്പിൽ വരാൻ ധൈര്യം കാണിക്കുക. അവൻ നിസ്സാരക്കാരനല്ല. അവന്റെ പിന്നിൽ KR മാത്രമാണ് ഉള്ളതെന്ന് എനിക്കിപ്പോൾ സംശയം തോന്നുന്നു. ആയിരിക്കില്ല. ഇവിടെയുള്ള നമ്മുടെ ശത്രുക്കളും കാണാൻ വഴിയുണ്ട്. അച്ഛൻ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. അവൻ ജീവനോടെ മദ്രാസിൽ നിന്ന് പോകുന്ന പ്രശ്നമേ ഇല്ല. നമ്മുടെ ആൾക്കാർക്കൊക്കെ ഞാൻ ഓർഡർ കൊടുത്തു കഴിഞ്ഞു. ഷൂട്ട് അറ്റ് സൈറ്റ്. കറക്റ്റ്. ബാക്കി കാര്യമല്ലേ, അത് വരുമ്പോ കാണാം. അയ്യോ, യുവമാർ ഇതിനായിട്ട് ഇത് ശരിയാക്കിയിട്ടില്ലേ? ഹലോ അണ്ണാച്ചി, ഒരുത്തനെയും കാണുന്നില്ലല്ലോ.